8 ദിവസങ്ങൾക്ക് ശേഷം കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയ ഉടനെ ചില അനൂപടി കുമ്മനടി ടീമുകൾ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ചാടി വീണിട്ടുമുണ്ട്. മതപരിവർത്തനം, മനുഷ്യക്കടത്ത് ഇതൊക്കെ ആരോപിച്ച് അവരെ അറസ്റ്റ് ചെയ്തത് ആരാണ്? ഛത്തീസ്ഗഡിലെ BJP ഗവൺമെന്റ്. അവർ കസ്റ്റഡിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ വന്നത് ആരാണ്? അത് കേരളത്തിലെ BJP. NIAക്ക് കേസ് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞത് ഛത്തീസ്ഗഡിലെ BJP സർക്കാർ. ജാമ്യം നൽകരുതെന്ന് പറഞ്ഞ് മുന്നിട്ട് നിന്നതാരാ? അതും ഛത്തീസ്ഗഡിലെ BJP സർക്കാർ. ആൾക്കൂട്ടം കൂടി ആ കന്യാസ്ത്രീകളെ തല്ലാൻ വന്നതാരാണ്? അത് BJP സർക്കാരിന്റെ സ്വന്തം ബജ്രംഗ് ദൾ. സോഷ്യൽ മീഡിയയിലൂടെ മനുഷ്യക്കടത്തൊക്കെ ആരോപിച്ച് ഇവരെ അപമാനിച്ചതാരാണ്? അത് ഛത്തീസ്ഗഡിലെ BJPയുടെ X അല്ലെങ്കിൽ ട്വിറ്റർ ഹാൻഡിൽ. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാണ്. മുദ്ര ശ്രദ്ധിക്കണം ഗൈസ്, മുദ്ര. അതൊക്കെ ചെയ്തത് ഛത്തീസ്ഗഡിലെ BJP. ഇത് കേരള BJP. ഇവർ രണ്ടുപേരും ഒന്നല്ലേന്ന് ചോദിച്ചാൽ ഇന്നലെ രാവിലെ തൊട്ട് രണ്ടായി. സിമ്പിൾ ആയിട്ട് പറഞ്ഞ അവരെ കൊണ്ടുവെപ്പാനാ അവരെ എടുപ്പാനാ. ദേ ഇതാണ്. പിന്നെ കേരളത്തിലെ പ്ലാപ്പിനി അച്ഛന്മാരോടും കാസ സ്നേഹികളോടാണ് പറയാനുള്ളത്. ഗോൾവൽക്കറിന്റെ ഐഡിയോളജിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അവരുടെ പ്രധാന ശത്രുക്കൾ മുസ്ലിമുകളും ക്രൈസ്തവരും പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുമാണ്. കിട്ടേണ്ടത് കൃത്യസമയത്ത് കിട്ടിയിട്ടും തലച്ചോറ് വർക്ക് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അടുത്തത് ഉടനെ വരും. അപ്പോഴും ഞങ്ങളെ സഹായിച്ചത് സംഘപരിവാർ ആണെന്ന് പറയാൻ പ്ലാപ്പിനിമാർ മടിക്കരുത്. നിങ്ങൾ ഓർക്കേണ്ടത് ഗ്രഹാം സ്റ്റെയിൻസിനെയാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾക്കും എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മിക്കുക. ആ 3 ജീവനുകളെ കൂട്ടിയിട്ട് കത്തിച്ചവരെ കുറ്റവിമുക്തരാക്കിയത് ആരാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക. പുറത്തിറങ്ങിയ അവരെ പൂമാലയിട്ട് ആഘോഷത്തോടെ വരവേറ്റത് ആരാണെന്ന് കൂടി ഓർക്കുക.